ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 12ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം ആര് പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൻ കാലേബിന് കൊടുത്തത്? എ. മോശ, ബി. ജോഷുവ, സി. കർത്താവ്, ഡി. അഹറോൻ. ഉത്തരം എ. മോശ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം എവിടെയുള്ള ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോഴാണ് യേഹൂദ് തിരിഞ്ഞു നടന്ന് എഗ്ലോൻ രാജാവിൻ്റെ അടുത്തെത്തിയത്? എ. ഷീലോയിൽ, ബി. ഗിൽഗാലിൽ, സി. എഫ്രായിമിൽ, ഡി. ജോർദാനിൽ. ഉത്തരം ബി. ഗിൽഗാലിൽ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം മോശയുടെ അമ്മായിയപ്പൻ്റെ പേരെന്ത്? എ. ഹേബർ, ബി. ലപ്പിദോത്ത്, സി. ഷേഷായി, ഡി. ഹോബാബ്. ഉത്തരം ഡി. ഹോബാബ്. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം ആരുടെ പ്രഭുക്കന്മാരാണ് ദെബോറയുടെ കൂടെ വന്നത്? എ. റൂബൻ്റെ, ബി. ഇസാക്കറിൻ്റെ, സി. ആഷേറിൻ്റെ, ഡി. ദാനിൻ്റെ. ഉത്തരം ബി. ഇസാക്കറിൻ്റെ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് എവിടെ വയ്ക്കുക എന്നാണ് ദൈവദൂതൻ ഗിദെയോനോട് പറഞ്ഞത്? എ. ഓക്കുമരത്തിന് കീഴിൽ, ബി. മുന്തിരിച്ചക്കിൽ, സി. പാറമേൽ, ഡി. ബലിപീഠത്തിൽ. ഉത്തരം സി. പാറമേൽ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം എപ്പോഴാണ് ഗിദെയോനും കൂടെയുള്ള 100 പേരും മിദ്യാൻകാരുടെ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയത്? എ. ആദ്യയാമാരംഭത്തിൽ, ബി. അവസാന യാമത്തിൽ, സി. മധ്യയാമാരംഭത്തിൽ, ഡി. അവസാന യാമാരംഭത്തിൽ. ഉത്തരം സി. മധ്യയാമാരംഭത്തിൽ. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യം ഹെറസ് കയറ്റം വഴി മടങ്ങുമ്പോൾ ഏത് ദേശക്കാരനായ ചെറുപ്പക്കാരനെയാണ് ഗിദെയോൻ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത്? എ. പെനുവേൽക്കാരൻ, ബി. സുക്കോത്തുകാരൻ, സി. മിദ്യാൻകാരൻ, ഡി. ഷെക്കേംകാരൻ. ഉത്തരം ബി. സുക്കോത്തുകാരൻ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയല്ല അഭിഷേകം ചെയ്യുന്നതെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ഏത് ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ എന്നാണ് മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞത്? എ. ലെബനോനിലെ, ബി. ഹെർമോനിലെ, സി. എൻഗേദിയിലെ, ഡി. ജെറീക്കോയിലെ. ഉത്തരം എ. ലെബനോനിലെ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ, എന്തിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? എ. യുദ്ധത്തിൽ നിന്ന്, ബി. പീഡനത്തിൽ നിന്ന്, സി. ഞെരുക്കത്തിൽ നിന്ന്, ഡി. കഷ്ടതയിൽ നിന്ന്. ഉത്തരം ഡി. കഷ്ടതയിൽ നിന്ന്. ചോദ്യം 10. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 17-ാം വാക്യം കർത്താവ് എന്തിനെ ഉത്തേജിപ്പിച്ചാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്? എ. ജീവനെ, ബി. ജ്ഞാനത്തെ, സി. ആത്മാവിനെ, ഡി. ശരീരത്തെ. ഉത്തരം സി. ആത്മാവിനെ. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 14-ാം വാക്യം വിധവയുടെ എന്താണ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത്? എ. കണ്ണീർ, ബി. പ്രാർത്ഥന, സി. അപേക്ഷ, ഡി. പരാതി. ഉത്തരം ഡി. പരാതി.
ചോദ്യം 12. പ്രഭാഷകന്റെ പുസ്തകം 36 അധ്യായം 11 വാക്യം. ആരുടെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശങ്ങളെ മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത്? എ. ഇസ്രായേൽ ഗോത്രങ്ങളെ, ബി. അബ്രാഹത്തിൻ്റെ ഗോത്രങ്ങളെ, സി. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ, ഡി. ഇസഹാക്കിൻ്റെ ഗോത്രങ്ങളെ. ഉത്തരം സി. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. ചോദ്യം 13. പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായം 11 വാക്യം. ആരോടാണ് യുദ്ധത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? എ. പടയാളിയോട്, ബി. ഭീരുവിനോട്, സി. ശത്രുവിനോട്, ഡി. അലസനോട്. ഉത്തരം ബി. ഭീരുവിനോട്. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 16 വാക്യം. ആരെ ഓർത്താണ് കരയേണ്ടത്? എ. വിഡ്ഢിയെ, ബി. ഭോഷനെ, സി. മരിച്ചവനെ, ഡി. ദരിദ്രനെ. ഉത്തരം സി. മരിച്ചവനെ. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 8 വാക്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിലൂടെയാണ് അറിവ് പ്രകടമാക്കുക? എ. ചിന്തയിലൂടെ, ബി. പ്രബോധനങ്ങളിലൂടെ, സി. ജ്ഞാനത്തിലൂടെ, ഡി. പ്രവൃത്തിയിലൂടെ. ഉത്തരം ബി. പ്രബോധനങ്ങളിലൂടെ. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 14 വാക്യം. ആർക്കാണ് സന്തോഷം ലഭിക്കുക? എ. ഔദാര്യശീലന്, ബി. ദൈവഭക്തന്, സി. വിവേകിക്ക്, ഡി. വിദ്യാസമ്പന്നന്. ഉത്തരം എ. ഔദാര്യശീലന്. ചോദ്യം 17. പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 17 വാക്യം അനുസരിച്ച് എന്താണ് അനുഗ്രഹത്തിൻ്റെ ആരാമം? എ. സ്നേഹം, ബി. പ്രത്യാശ, സി. വിശ്വസ്തത, ഡി. കാരുണ്യം. ഉത്തരം ഡി. കാരുണ്യം. ചോദ്യം 18. പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 27 വാക്യം അനുസരിച്ച് എന്താണ് അനുഗ്രഹത്തിൻ്റെ ആരാമം? എ. ദൈവകൃപ, ബി. ദൈവഭക്തി, സി. ദൈവസ്നേഹം, ഡി. ദയ. ഉത്തരം ബി. ദൈവഭക്തി. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 35 വാക്യം. പൂരിപ്പിക്കുക. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ഡാഷ്. എ. ശ്രവിക്കുവിൻ, ബി. കേൾക്കുവിൻ, സി. അനുസരിക്കുവിൻ, ഡി. ധ്യാനിക്കുവിൻ. ഉത്തരം എ. ശ്രവിക്കുവിൻ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 25 വാക്യം. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര്? എ. ഫരിസേയർ, ബി. ജനക്കൂട്ടത്തിൽ ഒരുവൻ, സി. ഒരു നിയമജ്ഞൻ, ഡി. ഒരു പുരോഹിതൻ. ഉത്തരം സി. ഒരു നിയമജ്ഞൻ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 10 വാക്യം. ആർക്കാണ് തുറന്നു കിട്ടുക? എ. അന്വേഷിക്കുന്നവന്, ബി. ചോദിക്കുന്നവന്, സി. മുട്ടുന്നവന്, ഡി. സ്നേഹിതന്. ഉത്തരം സി. മുട്ടുന്നവന്. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 27 വാക്യം. സോളമൻ പോലും ലില്ലികളിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. എന്തിൽ പോലും? എ. തൻ്റെ സിംഹാസനത്തിൽ, ബി. തൻ്റെ രാജകീയ വസ്ത്രങ്ങളിൽ, സി. തൻ്റെ ആടയാഭരണങ്ങളിൽ, ഡി. തൻ്റെ സർവമഹത്വത്തിലും. ഉത്തരം ഡി. തൻ്റെ സർവമഹത്വത്തിലും. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 22 വാക്യം അനുസരിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു? എ. കഫർനാമിലേക്ക്, ബി. ജെറുസലേമിലേക്ക്, സി. ഗലീലിയയിലേക്ക്,
ഡി ബഥാനിയയിലേക്ക്? ഉത്തരം ബി ജെറുസലേമിലേക്ക്. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാന് ശേഷം എന്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത്? എ സ്നേഹത്തിൻ്റെ, ബി ക്രിസ്തുവിൻ്റെ, സി ദൈവരാജ്യത്തിൻ്റെ, ഡി പുതിയ നിയമത്തിൻ്റെ. ഉത്തരം സി ദൈവരാജ്യത്തിൻ്റെ. ചോദ്യം 25. 2 കോറിന്തോസ് 7-ാം അധ്യായം 12-ാം വാക്യം. കോറിന്തോസുകാർക്ക് അപ്പസ്തോലന്മാരോടുള്ള താൽപ്പര്യം എവിടെ വെളിപ്പെടേണ്ടതിനാണ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയത്? എ കോറിന്തോസിൽ, ബി ദൈവസന്നിധിയിൽ, സി മക്കെദോനിയയിൽ, ഡി മറ്റ് സഭകളിൽ. ഉത്തരം ബി ദൈവസന്നിധിയിൽ. ചോദ്യം 26. 2 കോറിന്തോസ് 8-ാം അധ്യായം 14-ാം വാക്യം പൂരിപ്പിക്കുക. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം ഡാഷ് ഉണ്ടാകണമെന്നുമാണ്. എ സമത്വം, ബി സാഹോദര്യം, സി കാരുണ്യം, ഡി സ്നേഹം. ഉത്തരം എ സമത്വം. ചോദ്യം 27. 2 കോറിന്തോസ് 9-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നതെന്ത്? എ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ, ബി വചനത്തിൻ്റെ ശുശ്രൂഷ, സി സഹനത്തിൻ്റെ ശുശ്രൂഷ, ഡി സേവനത്തിൻ്റെ ശുശ്രൂഷ. ഉത്തരം ഡി സേവനത്തിൻ്റെ ശുശ്രൂഷ. ചോദ്യം 28. 2 കോറിന്തോസ് 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല തങ്ങൾ എന്നാണ് ശ്ലീഹ പറയുന്നത്? എ കോറിന്തോസുകാരുടെ, ബി മക്കെദോനിയക്കാരുടെ, സി അന്യരുടെ, ഡി മറ്റ് സഭക്കാരുടെ. ഉത്തരം സി അന്യരുടെ. ചോദ്യം 29. 2 കോറിന്തോസ് 11-ാം അധ്യായം 15-ാം വാക്യം പൂരിപ്പിക്കുക. അവൻ്റെ ശുശ്രൂഷകരും ഡാഷ് ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം? എ ദൈവത്തിൻ്റെ, ബി വചനത്തിൻ്റെ, സി നീതിയുടെ, ഡി സുവിശേഷത്തിൻ്റെ. ഉത്തരം സി നീതിയുടെ. ചോദ്യം 30. 2 കോറിന്തോസ് 13-ാം അധ്യായം 9-ാം വാക്യം അനുസരിച്ച് കോറിന്തോസുകാരുടെ എന്തിനു വേണ്ടിയാണ് അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുന്നത്? എ അഭ്യുന്നതിക്ക്, ബി പുനരുദ്ധാരണത്തിന്, സി അഭിവൃദ്ധിക്ക്, ഡി സന്തോഷത്തിന്. ഉത്തരം ബി പുനരുദ്ധാരണത്തിന്. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.